കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എക്കാലവും കോൺഗ്രസ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതാകട്ടെ, സംഘടനാകാര്യ ചുമതല തീരുമാനിക്കുന്നതാകട്ടെ, UDF-നെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കൺവീനർ തീരുമാനമാകട്ടെ, പലപ്പോഴും ജാതിമത സമവാക്യങ്ങൾ ഉൾപ്പെടെ ഒട്ടേറെ ഘടകങ്ങൾ അതിൽ നിർണായകമാകുന്ന സാഹചര്യമുണ്ട്. വരും തെരഞ്ഞെടുപ്പുകളെ അടക്കം മുന്നിൽ കണ്ടുകൊണ്ട് മറ്റ് സമുദായ ശക്തികളെ അടക്കം ഒപ്പം നിർത്തേണ്ടതുണ്ട്. ഒപ്പം ഘടകകക്ഷികളെ പിണക്കാതെ മുന്നോട്ട് പോകേണ്ട രാഷ്ട്രീയ സാഹചര്യമുണ്ട്. ഇതെല്ലാം കൂടി പരിഗണിച്ചുകൊണ്ട് മാത്രമേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുക എന്നത് സാധ്യമാകുകയുള്ളൂ. അപ്പോൾ ലീഗിൻ്റെ നിലപാടും അതോടൊപ്പം മറ്റ് ഘടകങ്ങളും ഏറ്റവും നിർണായകമാകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം, പ്രത്യേകിച്ച് 10 വർഷമായി പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസിന് ഇത്തവണ അധികാരത്തിലേറാൻ പറ്റിയാൽ അത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാവിയെ കൂടി നിർണ്ണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണല്ലോ. അപ്പോൾ ഈ സാഹചര്യങ്ങളെല്ലാം വിലയിരുത്തിക്കൊണ്ട് മാത്രമേ ഒരു മുഖ്യമന്ത്രിയിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ കോൺഗ്രസിന് എന്നതല്ലേ ഇപ്പോഴത്തെ സാഹചര്യം? അഭിലാഷ്, ഇതിൽ എടുത്തു പറയേണ്ട കാര്യം വി ഡി സതീശൻ്റെ നിലപാടുകളോട് വിയോജിക്കുന്ന മറുചേരി ഇതുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ തെരഞ്ഞെടുപ്പിൽ വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകും എന്ന് ഉയർത്തി കാണിച്ചുകൊണ്ടല്ല UDF ഈ തെരഞ്ഞെടുപ്പിന് നേരിട്ടത് എന്നാണ് അവർ പറയുന്നത്. ഒരു കൂട്ടായ നേതൃത്വമാണ് തെരഞ്ഞെടുപ്പിന് വേണ്ടി ഉണ്ടായിരുന്നത്. അതിനുവേണ്ടി ഒരു പ്രത്യേക സമിതി വരുന്നു. AICCയുടെ ഒരു പ്രത്യേക സംഘം കേരളത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും ഒക്കെ കൃത്യമായി സാന്നിധ്യം ഉറപ്പാക്കി തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി അടക്കമുള്ളവരെ പല മണ്ഡലങ്ങളിലേക്കും, അതായത് DK ശിവകുമാർ, രേവന്ത് റെഡ്ഡി ഉൾപ്പെടെയുള്ളവരെ ഈ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന പല മണ്ഡലങ്ങളിലും നേരിട്ടെത്തിച്ച് അവിടെ വോട്ടർമാർക്കിടയിൽ ഒരു സ്വാധീനമുണ്ടാക്കുന്ന തരത്തിലേക്ക് പ്രചാരണത്തിൻ്റെ ഒരു കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി രീതിയാണ് ഉണ്ടായിരുന്നത്. അത് ഏതെങ്കിലും ഒരു പേരിൽ കേന്ദ്രീകരിച്ച തരത്തിലല്ല നടന്നത് എന്നാണ് വി ഡി സതീശനെ വിയോജിപ്പുള്ള, അല്ലെ വി ഡി സതീശൻ ആ സ്ഥാനത്തേക്ക് ക്ലെയിം ഉന്നയിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ ന്യായീകരണം. അത് ഒരു വശത്ത് അങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ ഇവിടെ സംഭവിക്കാൻ പോകുന്ന കാര്യം നമുക്കറിയാം. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഈ 93 പേരുടെ പട്ടികയിൽ ഏതാണ്ട് 50-ലധികം പേർ KC വേണുഗോപാലിനോട് ആഭിമുഖ്യം പുലർത്തുന്നവരാണ്, അല്ലെങ്കിൽ KC വേണുഗോപാൽ പക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നവരാണ്. അങ്ങനെയെങ്കിൽ ജയിച്ചു വരുന്ന MLA-മാരിൽ കൂടുതൽ പാർലമെന്ററി പാർട്ടി ലീഡറായി ആരെ തെരഞ്ഞെടുക്കണമെന്ന ചോദ്യം ചോദിക്കുമ്പോൾ അവിടെ ഹൈക്കമാൻഡ് പ്രതിനിധികളോട് ഈ നിരീക്ഷക സംഘത്തോട് ഈ MLA-മാരിൽ അധികവും പറയാൻ പോകുന്ന പേര് KC വേണുഗോപാലിൻ്റെതാകാനാണ് നിലവിലെ സാധ്യത. അങ്ങനെ ഒരു വശത്ത് നിന്ന് KC വേണുഗോപാലിൻ്റെ പേര് MLA-മാരുടെ ഭാഗത്തുനിന്ന് ഉയരുകയും, പക്ഷേ UDF-ന് ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ ഒരു നെക്ക് ടു നെക്കിൽ മാത്രം അധികാരത്തിലേക്ക് വരാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ലീഗ് മറ്റൊരു പേര് മുമ്പോട്ട് വെക്കുകയും ചെയ്താൽ അവിടെ അസാധാരണമായൊരു പ്രതിസന്ധി സൃഷ്ടിക്കപ്പെടും. ആ പ്രതിസന്ധിയിൽ നിന്നായിരിക്കും യഥാർത്ഥത്തിൽ UDF അധികാരത്തിലെത്തിയാൽ മുഖ്യമന്ത്രി ആര് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തേണ്ടി വരിക എന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെയാണ് ഒരു കോംപ്രമൈസ് മുഖം മുഖ്യമന്ത്രി പദത്തിലേക്ക് ഉയർന്നു വരാനുള്ള സാധ്യത ഏറുന്നതും. കാരണം MLA-മാരുടെ ഭൂരിപക്ഷത്തിന് പിന്തുണ ഒരാൾക്ക് ലഭിക്കുകയും ഘടകകക്ഷികളിൽപ്പെട്ട പ്രധാനപ്പെട്ട കക്ഷി നേതാക്കൾ മറ്റൊരു പേര് നിർദ്ദേശിക്കുകയും ചെയ്താൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് വെട്ടിലാകും. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ സ്വീകാര്യതയുള്ള മറ്റൊരു മുഖം അവിടേക്ക് ഉയർന്നു വരുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത് ഇങ്ങനെയൊരു നിർണായക ഘട്ടത്തിലായിരിക്കും. എന്തായാലും ഈ കിട്ടുന്ന സീറ്റുകളുടെ എണ്ണം തന്നെയായിരിക്കും ഇതിലേറ്റവും നിർണായകമായി മാറുക എന്നാണ് സൂചന. അതുകൊണ്ട് തന്നെയാണ് ഈ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ ഈ 3 പേരുകളും, അതായത് KC വേണുഗോപാലിനെ അനുകൂലിക്കുന്നവർ അദ്ദേഹത്തിന് വേണ്ടിയും, രമേശ് ചെന്നിത്തലയെ അനുകൂലിക്കുന്നവർ അദ്ദേഹത്തിന് വേണ്ടിയും, വി ഡിക്ക് വേണ്ടിയുമൊക്കെ ഈ സൈബർ ഇടങ്ങളിലടക്കം നേരത്തെ തന്നെ ഒരു തുറന്ന പോരിലേക്ക് പോകുന്നതിൻ്റെ കാര്യം ഇങ്ങനെയൊരു നെക്ക് ടു നെക്ക് സിറ്റുവേഷനിൽ ആർക്കൊപ്പമായിരിക്കും പൊതുജന വികാരം എന്നതിനപ്പുറത്തേക്ക് മുന്നണിയിലെ ഘടകകക്ഷികൾ കൃത്യമായി ആർക്കൊപ്പം നിൽക്കുമെന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ആ ചോദ്യത്തിൻ്റെ ഉത്തരം ചെന്നിത്തലയിലേക്കും വി ഡി സതീശനിലേക്കും ഒതുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് KC വേണുഗോപാൽ പക്ഷത്തിന് തിരിച്ചടിയായി മാറും. അതുകൊണ്ട് തന്നെയാണ് അങ്ങനൊരു സാധ്യത ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെയൊരു അനൗദ്യോഗികമായ പ്രചാരണം അത് നേതാക്കളുടെ മൗനാനുഭവത്തോടെ തന്നെ സൈബർ ഇടങ്ങളിൽ കൊഴുക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. യെസ്, ഈ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഈ ഘട്ടത്തിൽ ചർച്ചകൾ അനാവശ്യമെന്ന് മുസ്ലിം ലീഗ് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അതുമാത്രവുമല്ല, KPCC അധ്യക്ഷനും ഇത്തരത്തിലുള്ള ചർച്ചകൾ വേണ്ട എന്ന് പറയുന്നുണ്ട്. KC വേണുഗോപാൽ തനിക്ക് ഇത്തരം ചർച്ചയിൽ താല്പര്യമില്ല എന്ന് പറയുമ്പോഴും വളരെ കൃത്യമായി തന്നെ പുറത്തു നടക്കുന്ന പ്രചാരണങ്ങൾ, പ്രത്യേകിച്ച് അണികൾ, അനുഭാവികൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരണങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് അടുത്ത മുഖ്യമന്ത്രി കസേരയെ ചൊല്ലി കോൺഗ്രസിന് അകത്ത് ഒരു പോരാട്ടം തന്നെ നടക്കുന്നു എന്നത്. ഇപ്പോഴത്തെ MS അനീഷ് കുമാർ കൂടി ചേരുന്നുണ്ട്. അനീഷ്, ഇവിടെ ലീഗിന്റെ യോഗം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അതിനകത്ത് തന്നെ ചില അഭിപ്രായങ്ങൾ ഉയർന്നു വന്നു എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗിൽ നിന്ന് ഇത്തരം വിവരങ്ങൾ പുറത്തുവിടാറില്ല. പ്രത്യേകിച്ച് നമ്മൾ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലടക്കം കണ്ടതാണ്. അഭിപ്രായ ഭിന്നതകളേറെയുണ്ടെങ്കിലും
പുറത്ത് മാധ്യമങ്ങളോട് അടക്കം നിലപാടറിയിക്കുമ്പോൾ അവർക്ക് ഒരു ഏകസ്വരം ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ രണ്ട് പക്ഷമുണ്ട്. മുതിർന്ന നേതാക്കൾ വി ഡി സതീശനെ അല്ല, മറിച്ച് രമേശ് ചെന്നിത്തലയാണ് പിന്തുണയ്ക്കുന്നത് എന്ന് പറയുമ്പോൾ ഷാജിയെ പോലെയുള്ളവർ വി ഡി സതീശന് വേണ്ടി വാദിക്കുന്നവരാണ് എന്ന തരത്തിലൊക്കെയുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അതിനൊക്കെ അപ്പുറം ലീഗ് ഒരു ഏകസ്വരത്തിലേക്ക് എത്തുന്ന സമീപനമാണോ സാധ്യത? അതല്ല ഇനിയിപ്പോൾ മുഖ്യമന്ത്രി ആര് എന്നത് സംബന്ധിച്ച് ഞങ്ങൾക്ക് സേയൊന്നുമില്ല, അത് കോൺഗ്രസ് തീരുമാനിക്കേണ്ടതാണ്, അത് അവർ തീരുമാനിക്കട്ടെ എന്ന നിലയിൽ മാറി നിൽക്കാൻ ലീഗ് തയ്യാറാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാമോ? അഭിലാഷ്, ഇന്നലെ നടന്ന നേതൃയോഗത്തിൽ ഒരുപക്ഷെ ഏറ്റവും അധികം സമയം ചെലവഴിച്ച് ചർച്ച ചെയ്ത വിഷയം ഇതുതന്നെയാവണം, അല്ലെങ്കിൽ ഇതുതന്നെയാണ് എന്നാണ് യോഗത്തിൽ പങ്കെടുത്ത ആളുകൾ തന്നെ വ്യക്തമാക്കുന്നത്. സംസ്ഥാന ഭാരവാഹികൾക്ക് ഒപ്പം സ്ഥാനാർത്ഥികൾ, തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സ്ഥാനാർത്ഥികൾ കൂടി ഉണ്ടായിരുന്നു. അവർ ഓരോ മണ്ഡലത്തിലും തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഉയർന്നു വന്ന കാര്യങ്ങൾ, ആ മണ്ഡലങ്ങളിലെ വിജയ സാധ്യത എങ്ങനെ എന്നൊക്കെ വളരെ വിശദമായി തന്നെ അവലോകനം ചെയ്യുകയുമുണ്ടായി. എന്തായാലും സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി എത്തിയ പ്രതിനിധികളിൽ, അല്ലെങ്കിൽ ഈ ഭാരവാഹി യോഗത്തിലെത്തിയ ആളുകളിൽ വലിയ പങ്കും വി ഡി സതീശനെ അനുകൂലിക്കുന്നവർ ആയിരുന്നു എന്നതാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ നൽകാൻ കഴിയുന്ന വിവരം. പലരും പരസ്യമായി തന്നെ വേദിയിൽ പറഞ്ഞു. കാരണം കഴിഞ്ഞ 5 വർഷം വി ഡി സതീശനാണ് മുന്നിൽ നിന്ന് നയിച്ച് മുന്നണിയെ മുന്നോട്ട് കൊണ്ടുപോയത്. ഒപ്പം അദ്ദേഹമായിരുന്നു പ്രതിപക്ഷ നേതാവ്. അതുകൊണ്ട് ഈ പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ ഈ പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങൾക്ക്, അല്ലെങ്കിൽ അവർ നടത്തിയ പ്രക്ഷോഭങ്ങൾ വിജയം കാണുമ്പോൾ അതിൻ്റെ നായകനായി നിന്നയാൾ തന്നെയല്ലേ ഈ സ്ഥാനത്തേക്ക് വരേണ്ടതെന്ന ചോദ്യമാണ് പലരും ഉന്നയിച്ചത്. ഒപ്പം രമേശ് ചെന്നിത്തല 5 വർഷം പ്രതിപക്ഷ നേതാവായിരുന്നു. സാധാരണഗതിയിൽ കേരളത്തിൽ ഒരു 5 വർഷം ഒരു മുന്നണി ഭരിക്കുമ്പോൾ അടുത്ത 5 വർഷം മറ്റൊരു മുന്നണി ആയിരിക്കും ഭരിക്കുക. പക്ഷേ അങ്ങനൊരു ടേൺ രമേശ് ചെന്നിത്തലയ്ക്കും നൽകിയിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ആ അവസരത്തിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് മറ്റൊരാളാണ് പ്രതിപക്ഷ നേതാവായി എത്തിയത്. അതുകൊണ്ട് സ്വാഭാവികമായും ഇത്തരമൊരു സ്ഥാനത്തേക്ക് വരേണ്ടയാൾ വി ഡി സതീശൻ തന്നെയാണ് എന്നാണ് പല ആളുകളും പറഞ്ഞത്. കെ എം ഷാജിയെ പോലുള്ളവരാണ് ഏറ്റവും കൂടുതൽ വി ഡി സതീശനായി വാദിക്കുകയും ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, കുറച്ച് നാളുകളായി തന്നെ ഈ യൂത്ത് ബ്രിഗേഡ് ഉണ്ടായിരുമ്പോൾ പി കെ ഫെറസിനെ പോലുള്ള ആളുകളൊക്കെ ഈ ഷാഫി പറമ്പിൽ, വി ഡി സതീശൻ, രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ ഒരു ബ്രിഗേഡായി നിലനിൽക്കുന്ന ഒരു സാഹചര്യം പലപ്പോഴും കാണാറുണ്ടായിരുന്നു. അതുകൊണ്ട് വി ഡി സതീശനാണ് ഈ അവസരത്തിന് അർഹൻ എന്ന രീതിയിലുള്ള വിലയിരുത്തലാണ് ഉണ്ടായത്. പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം വരും മുമ്പ് ഇത്തരം ഒരു അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത് അത് അപക്വമാണ് എന്ന രീതിയിലുള്ള വിമർശനങ്ങളും യോഗത്തിൽ ഉയർന്നു. കാരണം സാധാരണഗതിയിൽ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എത്തി വോട്ടുകൾ എണ്ണി കൃത്യമായൊരു ഭൂരിപക്ഷം ലഭിച്ചാൽ മാത്രമേ മുഖ്യമന്ത്രി തിരഞ്ഞെടുക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ആ ഒരു ഘട്ടത്തിലേക്ക് എത്തിയ ശേഷം പോരെ ഇത്തരം ചർച്ചകൾ എന്ന രീതിയിലുള്ള വിലയിരുത്തലാണ് ഉണ്ടായത്. എന്തായാലും പാണക്കാട് തങ്ങളടക്കമുള്ളവർ ഇക്കാര്യത്തിൽ ഒരു പരസ്യമായ നിലപാടിലേക്ക് പോകുന്നില്ല എന്ന് യോഗത്തിനെ അറിയിച്ചു. ഇക്കാര്യത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് ഫലം വരട്ടെ, അല്ലെങ്കിൽ ലീഗ് ഇടപെടേണ്ട ഒരു ഘട്ടം എത്തുമ്പോൾ ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാട് വ്യക്തമാക്കും എന്ന് പറയുകയും ചെയ്തു. നമുക്കറിയാം, കോൺഗ്രസ് മാത്രം തീരുമാനിച്ചായിരിക്കില്ല. ഒരുപക്ഷെ കോൺഗ്രസിന് ഭൂരിപക്ഷം, യു ഡി എഫിന് ഭൂരിപക്ഷം ലഭിച്ചാൽ ഈ മുന്നണിയിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി കോൺഗ്രസ് തന്നെയായിരിക്കും. അവരാണ് മുന്നണി നയിക്കുകയും ചെയ്യുന്നത്. പക്ഷേ അവരെ മാത്രം വിശ്വാസത്തിലെടുത്തായിരിക്കില്ല ഒരു മുഖ്യമന്ത്രി ഉണ്ടാവുക എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.